ഹലോ അസ്സലാമു അലൈക്കും റമദാൻ മുബാറക്. പിന്നെ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇപ്പം നമ്മുടെ ഫസ്റ്റ് നോമ്പ് കഴിഞ്ഞ് ഇന്ന് നമ്മുടെ രണ്ടാമത്തെ നോമ്പിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. അപ്പം ഫസ്റ്റ് നോമ്പൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എന്തായാലും നമ്മുടെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് തറാവിയൊന്നും ഇല്ലാതെ പള്ളിയിലാരും പോകാതെയൊക്കെ ഒരു നോമ്പ്. എന്തായാലും അത് നമ്മൾ അതിജീവിക്കും. അപ്പോൾ ഞാൻ ഫസ്റ്റ് നോമ്പായിട്ട് ഒരു അറേബ്യൻ ഡെസേർട്ട് ഉണ്ടാക്കിയായിരുന്നു. Ali ഒരു അറേബ്യൻ ബ്രെഡ് പുഡിങ്ങാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് പുഡിങ്ങാണ്. നമുക്കിത് പഫ് പാസ്ട്രി വെച്ച് പിന്നെ ക്രോയിസൻ വെച്ച് ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ബ്രെഡ് ഫ്രൈ ചെയ്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഓവനില്ലാതെ ഞാൻ ജസ്റ്റ് ഫ്രീസ് ചെയ്തെടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 750 മില്ലി പാലാണ് എടുത്തേക്കുന്നത്. 750 മില്ലി. അതിലേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നു. 3 ടേബിൾ സ്പൂൺ. പിന്നെ അതിലേക്ക് ഞാനൊരു 1/2 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നു. ഞാനിവിടെ 1/2 കപ്പ് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഞാനൊരു ബൗൾ എടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ അതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒരു 1/4 കപ്പ് മിൽക്ക് ആയിട്ട് അതൊന്നും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. കോൺഫ്ലോറും മിൽക്കും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ മറ്റേ പാലിൻ്റെ ആ മിക്സിലോട്ട് ഇതൊഴിച്ചു കൊടുക്കുന്നു. ഇതൊഴിച്ചു കൊടുത്തിട്ട് പാൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പാൽപ്പൊടിയും കോൺഫ്ലോറിൻ്റെ മിക്സൊക്കെ നല്ലപോലെ ആ പാലിനൊന്ന് കലങ്ങണം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇത് ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്, ഫ്ലെയിം ഓണാക്കി വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലാണ്. ഇനി ഇത് നല്ലപോലെ അത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ ഈ പാൽ അടി പിടിച്ചത് കരി. അതുകൊണ്ട് അത് നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതൊരു 750 മില്ലി പാലാണ്. അത് നമുക്കൊരു 500 മില്ലി ആക്കണം. ഇത് എൻ്റെ ഏകദേശം അത് നല്ല തിക്കായിട്ട് പാലൊക്കെ നല്ല വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ റോസ് വാട്ടറും 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഞാൻ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരിടത്തേക്ക് മാറ്റി വെക്കാം ഒന്ന് തണുക്കാനായിട്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2-3 തുള്ളി നാരങ്ങാനീര് ചേർത്തേക്കുന്ന ഷുഗർ ക്രിസ്റ്റലൈസ് ആവാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്കിതൊന്ന് സ്റ്റൗവിൽ വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഷുഗർ സിറപ്പ് ആക്കിയെടുക്കാം. ഇത് ഇനി നമ്മൾ ആ ഷുഗറൊക്കെ വെള്ളത്തിൽ ഡിസോൾവ് ആവുന്നതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഒന്ന് ഇളക്കിയിട്ട് ഷുഗറെല്ലാം ഡിസോൾവ് ആയിട്ട് അത് ഒന്ന് തിള വരണം. തിള വന്നിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ ചെറിയ തീയിൽ വെക്കണം. ചെറിയ തീ വെച്ചിട്ട് ഇത് ഓഫ് ചെയ്യുന്നതിൻ്റെ മുമ്പ് ഒരു 1/2 ടീസ്പൂൺ റോസ് വാട്ടറും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് അത് നമുക്ക് ഒന്ന് നല്ല മിക്സ് ചെയ്തിട്ട് അതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് പീസ് എടുക്കാം. ആ ബ്രെഡ് പീസ് എടുത്തത് അതിൻ്റെ ക്രസ്റ്റൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് മാറ്റി വെച്ചിട്ട് പിന്നെ അത് ഡ്രൈ ആക്കി ബ്രെഡ് ക്രംസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതുകൊണ്ട് അത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഞാനതൊന്ന് കട്ട് ചെയ്ത് കളയുന്നു. ഞാനൊരു 8-9 പീസ് ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട് ഈ ഡെസേർട്ടിന് വേണ്ടി. ഇതുപോലെ നമുക്ക് എല്ലാത്തിൻ്റെയും ക്രസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇത് ഫുള്ളായിട്ട് വേണമല്ലോ ഇടാം, അല്ലെങ്കിൽ ഈ ഷേപ്പ് തന്നെ വേണമെന്നില്ല. റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഈ ഒരു സ്ലൈസ് ഞാൻ ഒരു 4 to 5 പീസാക്കിയിട്ടും സ്ക്വയറായിട്ട് ചെറിയ സ്ക്വയർസായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാവുന്നേ. നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഞാനിപ്പം ജസ്റ്റ് ഈ ഷേപ്പിലാണ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ഞാനെല്ലാം അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഓയിലിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തേക്കുന്നത്. എണ്ണ ചൂടായതിനു ശേഷം ഞാനിത് ബ്രെഡ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് പെട്ടെന്ന് ഈ ബ്രെഡ് കരിഞ്ഞു പോകും. ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനി നമുക്ക് പെട്ടെന്ന് ഒന്ന് തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് ഇത് മാറ്റാം. ഇതുപോലെ തന്നെ അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക.
അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. അതിന് ഞാനൊരു ഗ്ലാസ് ബൗൾ എടുത്തു, വലിയൊരു ബൗൾ എടുത്ത് ഗ്ലാസ്സിൻ്റെ അതിലേക്ക് നമുക്ക് ഈ ഫ്രൈ ചെയ്ത് ബ്രെഡ്സ് ഓരോന്നായി അതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ സൈഡിലൊക്കെ ഫുള്ളായിട്ട് പറ്റുന്നില്ല, ബ്രെഡ് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് സൈഡിലത് വെച്ച് കൊടുക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ ഇതുപോലെ അറേഞ്ച് ചെയ്യണം. നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ആൽമണ്ട്സ്, ബദാം, പിന്നെ കാഷ്യൂസ്, പിന്നെ കിസ്മിസ്, പിന്നെ ഡേറ്റ്സ്, പിന്നെ വാൾനട്ട്സ് ഒക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇത് ഈ ഡ്രൈ ഫ്രൂട്ട്സ് തന്നെ ഇട്ട് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയുണ്ട് അത് മാത്രം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ബദാമും വാൾനട്ട്സൊക്കെ എപ്പോഴും ഉണ്ടാവണമെന്നില്ല. നിങ്ങൾക്കിപ്പോൾ കിസ്മിസും കാഷ്യൂസും മാത്രം ഉണ്ടെങ്കിൽ അതായാലും ഇട്ടു. എൻ്റെ കയ്യിൽ പിസ്ത ഇട്ടതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഇവിടെ പിസ്ത ഇടുന്നില്ല, കാരണം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിസ്ത ഇട്ടില്ല. അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ക്രീമുണ്ട്, പാൽപ്പൊടിയും കോൺഫ്ലോറൊക്കെ മിക്സ് ചെയ്ത് ആ ക്രീം അതിൻ്റെ മേളിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ഫില്ലാവുന്നിടം വരെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഷുഗർ സിറപ്പില്ലേ, അത് ഇതിൻ്റെ മേളിലോട്ട് ഫുള്ളങ്ങ് ഒഴിച്ചു കൊടുക്കണം. നമുക്ക് വേണമെങ്കിൽ ബ്രെഡ് ഇട്ടിട്ട് ബ്രെഡിൻ്റെ മേളിൽ നമുക്കത് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാവുന്നേ ഉള്ളൂ. ഞാനിവിടെ ഈ ക്രീമിൻ്റെ മേളിലാണ് ഇത് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. കാരണം നമ്മൾ ഈ ബ്രെഡിൻ്റെ മേളിൽ ഈ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ ബ്രെഡ് അങ്ങ് സോക്കായി അങ്ങ് ഒരു ക്രിസ്പിനെസ് ഒന്നും കിട്ടത്തില്ല നമുക്ക് കഴിക്കുമ്പം. പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ നമ്മൾ ഈ ഡെസേർട്ട് കഴിച്ചപ്പോൾ നല്ലൊരു ആ ക്രീമിൻ്റെ ആ ടേസ്റ്റും ആ ബ്രെഡ് നല്ല ക്രഞ്ചി ആയിട്ട് നല്ലൊരു ക്രിസ്പി ഫീലിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അത് ഒന്നും കൂടെ അത് ഇഷ്ടപ്പെട്ടു. അതാണ് ഞാൻ ഈ ക്രീമിൻ്റെ പുറത്ത് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തത്. പിന്നെ വീണ്ടും നമ്മൾ ആ ക്രീം അതിൻ്റെ മേളിൽ കൂടെ നല്ലപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ബാക്കിയുള്ള ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സൊക്കെ വെച്ച് നമ്മൾ അതിൻ്റെ മേളിലോട്ടൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം ഞാൻ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം സ്പ്രിങ്കിൾ ചെയ്തതിന് ശേഷം നമ്മുടെ ഗ്രേറ്റഡ് കോക്കനട്ട് തേങ്ങ ചിരകിയതും കൂടെ നമ്മൾ മേളിലൊന്ന് വിതറി കൊടുക്കണം. ഞാൻ നല്ല ഫ്രഷ് കോക്കനട്ട് ഗ്രേറ്റ് ചെയ്തത് വിതറി കൊടുത്ത്, ചിലർ ഡ്രൈ കോക്കനട്ടാണ് ഇത് ആഡ് ചെയ്ത് കൊടുത്തത്. ഞാൻ ഫ്രഷ് ആയിട്ടുള്ളതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ വീട്ടിലുള്ളവർക്ക് ഇത് കോക്കനട്ട് ഇടുമ്പോൾ അധികം അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് മേളിൽ മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ലെയറിൽ തന്നെ കോക്കനട്ട് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഞാൻ മേളിൽ മാത്രമേ ജസ്റ്റ് ഇച്ചിരി കോക്കനട്ട് ചിരകിയത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ ഈ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2 മണിക്കൂറൊന്ന് തണുക്കാൻ വെക്കാം. ഈ പുഡിംഗ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാറുണ്ട് ഓവനിൽ. പക്ഷെ ഞാനിത് ബേക്ക് ചെയ്തില്ല, കാരണം ഓൾറെഡി ഞാൻ ഈ ബ്രെഡൊക്കെ ഫ്രൈ ചെയ്തെടുത്തുകൊണ്ട് ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നില്ല. ഞാൻ ജസ്റ്റ് ഫ്രിഡ്ജിൽ 2 മണിക്കൂറൊന്ന് തണുക്കാൻ വെച്ചോളൂ. ഞാൻ 2 മണിക്കൂർ തണുക്കാൻ വെച്ചിട്ട് ഇത് എടുത്തു കഴിഞ്ഞ് ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്യണം. ഞാൻ കട്ട് ചെയ്തെടുത്തൊരു ബൗളിൽ വെച്ച് കഴിഞ്ഞ് ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നല്ല ക്രിസ്പി ആയിട്ടും ബ്രെഡൊക്കെ നല്ല ഇതുണ്ട്. കഴിച്ചു നോക്കട്ടെ. അടിപൊളി, നല്ല ടേസ്റ്റുണ്ട്. ആ ക്രീമും നട്ട്സിൻ്റെ ക്രഞ്ചും ബ്രെഡിൻ്റെയും നല്ല സൂപ്പർ ടേസ്റ്റുണ്ട്. കറക്റ്റ് മധുരം, ഓവർ മധുരമൊന്നുമില്ല, നല്ല കറക്റ്റ് മധുരമായിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെടും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പറായിട്ടുണ്ട്. നിങ്ങൾ ഈ ഡെസേർട്ട് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഡെസേർട്ടാണ്. നിങ്ങൾക്ക് ഇഫ്താർ ടൈമിലും പിന്നെ അല്ലെങ്കിലും ഗസ്റ്റ് വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു അറേബ്യൻ ഡെസേർട്ടാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ എന്തായാലും മറക്കരുത്. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് ഇത് ഷെയർ ചെയ്യാനും മറക്കലും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വേണ്ടി. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ അടുത്തുള്ള ബെല്ലൈക്കൻ്റെ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. അത് പ്രസ് ചെയ്താൽ നിങ്ങൾ ഓൾ ഒന്ന് ഓപ്ഷൻ പ്രസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എപ്പോഴൊക്കെ എൻ്റെ റെസിപ്പി വീഡിയോസ് ഇടുന്ന അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഉടനെ കാണാനും പറ്റും. അപ്പോൾ വീണ്ടും പുതിയൊരു റെസിപ്പി ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു.